to another episode of My Casa Series episode 6. അപ്പോൾ നമ്മളിന്ന് എപ്പിസോഡ് 6 ആയിട്ട് വന്നിരിക്കുകയാണ്. 5 ഇന്നലെ ഇറക്കി, 4 മിഞ്ഞാന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ 6 ആയിട്ട് എപ്പിസോഡ് വന്നിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ഫുൾ എൻചാൻമെന്റ് ആവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ ഇന്ന് ഞാനൊരു ഓഫ് ക്യാമറ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് കാണിച്ചു തരട്ടെ. ഇതാ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഓഫ് ക്യാമറയിൽ നോക്കുകയാണെങ്കിൽ ഈ കുഴി ഉണ്ടോ, ഇത് എടുത്തിട്ട് ഈ ഒരു 2 ചെസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ചെസ്റ്റിനുള്ളിൽ ഇത്രയും വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് മൈൻഡ് ചെയ്തപ്പോ 2 കിട്ടി. ഒരു സ്റ്റോറേജ് ഉണ്ടാക്കുകയാണ് എന്റെ പ്ലാന്. ഓക്കെ, നമുക്ക് മോളിക്കാണ് കയറിയേക്കാം. മോളിക്കാണ് കയറാൻ കുറച്ച് പ്രയാസമുണ്ട്. ഇന്നത്തെ പ്ലാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താക്കണം, ഫുൾ ട്രേഡിംഗ് ഹാള് കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ നല്ല കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും തോന്നുന്നു. കാണാത്തവരാണെങ്കിൽ വീണ്ടും കാണുക കേട്ടോ. ഡയമണ്ട്സ് ഇത്രയും ഉണ്ട്. ഇനി ബാക്കി ഈ ലാഡർ ബാക്കി വെക്കട്ടെ. താഴെ ലാഡർ വെക്കാം. ഇവിടെ സ്ഥലമില്ലടാ, അവിടെ കൊണ്ടുവയ്ക്കാം. കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യണം. ഇനി എനിക്ക് ഫുള്ള് സെറ്റ് ആക്കണം. ആക്കട്ടെ. അപ്പൊ ഞാൻ സെറ്റ് ആക്കണ വരെ നിങ്ങൾ ഇപ്പോഴത്തേക്ക് ഞാനിപ്പോ സെറ്റ് ആക്കിട്ട് വരാം. അതാണ് എന്റെ ട്രേഡിംഗ് ഹാള് പറഞ്ഞത്. ഇതാണ് എന്റെ ബ്രീഡർ. വിളയിക്കൊണ്ടേയിരിക്കുകയാണ്. കൺഫേം ഇപ്പോ ആൾക്കാര് ബ്രീഡറിന് തൊട്ടടുത്തായോണ്ട് വർക്കാവണ കുറെ ഉണ്ടോ സംശയമുണ്ട്. പക്ഷെ ഇവിടെ ആയിട്ട് അത്യാവശ്യം ആൾക്കാരുണ്ട്. ഞാൻ എന്റെ ഒരു ഓക്കെ 1 2 3 4 4 പേരുണ്ട്. ഇവിടെ 2 കുട്ടികളും ഉണ്ട്. 2 കുട്ടികളും ഉണ്ട്. ഇവിടെ 4 പേരും ഉണ്ട്. ഒന്ന് പോരെ, കൊറേ ചെയ്യണം. ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. ഓക്കെ, കൊറേ ആവശ്യമുണ്ട്. റെയിലും വെക്കണം. റെയിൽ വെച്ചിട്ട് ഇതിനെ മൈൻകാർട്ട് എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവരണം. അതേപോലെ തന്നെ ഇത് അടയ്ക്കും വേണം, ഗ്ലാസ് വെച്ചിട്ട്. പിന്നെ ഇത് റെയിൽ പൊട്ടിച്ച് കളയും വേണം. അതെല്ലാം കൂടി നിങ്ങൾ കാണണ്ട. അപ്പോ നിങ്ങള് കുറച്ച് കഴിഞ്ഞിട്ട് വാ. കുറച്ചു നേരം കഴിഞ്ഞിട്ട് വാ. അപ്പോഴേക്കും അതൊക്കെ സെറ്റാക്കി വരാം കേട്ടോ. സെറ്റല്ലേ? അപ്പൊ നിങ്ങള് കുറച്ചു നേരം കഴിഞ്ഞിട്ട് വാ. അപ്പോഴേക്കും ഞാൻ ഇതൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടാവും. ഫുള്ളി എൻചാന്റഡ് ആയിട്ടുള്ള ആർമർ പിന്നെ സ്കൈ കാണുന്ന ഇതില് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചധികം കുറെ പേർക്ക് ഞാന് ലെഫ്റ്റും കൊടുത്തിട്ടുണ്ട്. ഒരു സമയത്ത് ക്രാഷ് ആയി പോയി. സ്മൈറ്റ് എന്ന ആള് കിട്ടിയില്ല. സ്മൈറ്റ് എന്ന ആള് ഡെഡായി പോയി. തല്ലിട്ട് തന്നെ ഡെഡായത്. അറിയാതെ ഞാന് സോള് ഒറ്റ തല്ലല്. അപ്പൊ ഡെഡായി പോയി. പിന്നെ കുറെ കഴിഞ്ഞിട്ട് വീണ്ടും സ്മൈറ്റ് എടുത്തിട്ട് ആക്കിയപ്പോഴാണ് റെഡി ആയത്. എനിക്ക് ബോ കൂടി എൻജോയ് ചെയ്യാണ്ട് ഇത്രയും സെറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. ഇത്രയും സെറ്റപ്പ് സംഭവങ്ങളാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പൊ അധികം വൈകാതെ നമുക്ക് ഒരു ബോ സംഘടിപ്പിച്ചിട്ട് വരാം ഗൈസ്.
എല്ലാം അടുത്ത കിടക്കാച്ച എപ്പിസോഡിൽ കാണാം. അതൊക്കെ എല്ലാവർക്കും ബൈ. ടാറ്റ. ഫുൾ എൻചാൻഡ് ആയിട്ടുണ്ട്. ഷീൽഡും അതേപോലെ തന്നെ നമ്മുടെ ബോയും എൻചാൻഡ് ആയിട്ടുണ്ട്. സക്സസ്ഫുള്ളി ബോയും ഒക്കെ എൻജോയ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത ക്രിക്കറ്റ് എപ്പിസോഡ് കാണാം. ഒരിക്കലും ടാറ്റ ബൈ ബൈ.